നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2024 ഒക്ടോബർ മാസത്തെ ഉത്തര നക്ഷത്രക്കാരുടെ നക്ഷത്രഫലം ഒന്ന് പരിശോധിച്ച് നോക്കാം. ഉത്തര നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഉത്തര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക വരുന്ന ചിങ്ങക്കൂറിലും ശേഷം 45 നാഴിക വരുന്ന കന്നിക്കൂറിലുമാണ്. അപ്പോൾ ആദ്യത്തെ 15 നാഴികയിൽ ജനിച്ചവരെ സംബന്ധിച്ച് 10ാം ഭാവത്തിലാണ് വ്യാഴം സഞ്ചരിക്കുന്നത്. 2ാം ഭാവത്തിൽ ധനസ്ഥാനത്ത് ഘടകാരകനായിരിക്കുന്ന കേതുവാണ് നിൽക്കുന്ന. അഷ്ടമത്തിലാണ് രാഹു. അപ്പോൾ അത്ര നല്ലൊരു അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ പറയാൻ സാധിക്കില്ലെങ്കിലും വലിയ ദോഷങ്ങളില്ലാതെ കാര്യങ്ങൾ അനുകൂലമായി കൊണ്ടുപോകാനായിട്ട് സാധിക്കും. കാരണം കർമാധിപതിക്ക് കർമ്മത്തിലേക്ക് ദൃഷ്ടിയുണ്ട്. അതേപോലെ തന്നെ കുറച്ച് ചിലവൊക്കെ വർദ്ധിക്കാനായിട്ട് സാധ്യതയുണ്ട്. 20ാം തീയതി ചൊവ്വ 12ാം ഭാവത്തിലേക്ക് മാറും. അപ്പോൾ ചെയ്യുന്ന പ്രവൃത്തിക്ക് തക്കതായിരിക്കുന്ന വരുമാനത്തിൽ വർധനമുണ്ടാവുമെങ്കിലും അനാവശ്യമായിട്ട് ചിലവ് വർദ്ധിക്കാനായിട്ട് സാധ്യതയുണ്ട്. മാത്രമല്ല ഭാഗ്യാധിപതി ആണ് 12ാം ഭാവത്തിലേക്ക് മാറുന്ന ചൊവ്വ. അപ്പം ഭാഗ്യാധിപതി 12ാം ഭാവത്തിരിക്കുന്ന കാരണം കൊണ്ടൊരു മാറ്റത്തിലൂടെ നല്ല അഭിവൃദ്ധി ഉയർച്ചയൊക്കെ ഉണ്ടാകാനുള്ളൊരു യോഗവും അതിനുശേഷം വന്നു ചേരുന്നതാണ്. എന്നാൽ ഉത്തര നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 45 നാഴിക കന്നിക്കൂറുകാരെ സംബന്ധിച്ച് 9ൽ വ്യാഴം സഞ്ചരിക്കുന്ന സമയമാണ്. അപ്പോൾ 9ൽ വ്യാഴം സഞ്ചരിക്കുന്ന സമയമായത് കാരണം കൊണ്ട് തന്നെ നല്ല ഭാഗ്യം ഉള്ള സമയമാണ്. ശനി ഇഷ്ടസ്ഥാനത്താണ് നിൽക്കുന്നത്. അതേപോലെ തന്നെ കർമാധിപതിയും ലഗ്നാധിപതിയും സ്വക്ഷേത്ര ബലവാനായി നിൽക്കുകയും അതിനുശേഷം 10ാം തീയതി തുലാൻ രാശിയിൽ രക്ഷാസ്ഥാനത്തേക്ക് വരികയും ചെയ്യും. അപ്പോൾ അത് കാരണം കൊണ്ട് ലഗ്നാധിപതി ഇഷ്ടസ്ഥാനത്ത് നിൽക്കുന്നത് കാരണം കൊണ്ടും ഭാഗ്യസ്ഥാനത്ത് വ്യാഴം സഞ്ചരിക്കുന്നത് കാരണം കൊണ്ടും ചെയ്യുന്ന പ്രവൃത്തിക്ക് തക്കതായിരിക്കുന്ന ഗുണങ്ങൾ അനുഭവിക്കാനും അപ്രതീക്ഷിതമായിരിക്കുന്ന ലാഭങ്ങളും പ്രതീക്ഷിക്കാത്ത നേട്ടങ്ങളും ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കാനും സാധിക്കുന്ന ഒരു മാസമാണ്. ഭാഗ്യാധിപതിക്ക് ഭാഗ്യത്തിലേക്ക് ദൃഷ്ടി ഉണ്ട്. അതേപോലെ തന്നെ 2ാം ഭാവത്തിലാണ് ബുധൻ നിൽക്കുന്നത്. എല്ലാ ഗ്രഹങ്ങളുടെ ഏകദേശം ഇഷ്ടഭാവസ്ഥിതി തന്നെയാണെങ്കിൽ പോലും ബാധാസ്ഥാനത്ത് രാഹു നിൽക്കുന്നു എന്ന് പറയുന്നൊരു ദോഷമുണ്ട്. നാഗദോഷം കുറച്ച് പ്രബലമായത് കാരണം നാഗദോഷ പരിഹാരമായിട്ട് രാഹുപൂജ ചെയ്യുകയോ അതല്ലെങ്കിൽ നാഗപൂജ ചെയ്യുക അല്ലെ ഐല്യപൂജ ചെയ്യുക, ഇങ്ങനെ എന്തെങ്കിലും പരിഹാരങ്ങളൊക്കെ ചെയ്തിട്ട് നാഗദോഷം പരിഹരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. മാത്രമല്ല ലഗ്നത്തിൽ ഘടകാരകനായിരിക്കുന്ന കേതുവാണ് നിൽക്കുന്നത്. അപ്പോൾ വിപരീത സ്വഭാവം, സന്തോഷിച്ചിരിക്കുമ്പോൾ ടെൻഷൻ ഉണ്ടാകുക, ഇടയ്ക്കിടയ്ക്ക് തലവേദന ഉണ്ടാകുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് യോഗമാണ്. 17ാം തീയതിയോടുകൂടി 12ാം ഭാവാധിപതിയായിരിക്കുന്ന സൂര്യനും കൂടി ലഗ്നത്തിലേക്ക് വരുമ്പോൾ കുറച്ച് എടുത്തിയാട്ടം വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. ഉദര സംബന്ധമായിട്ടുള്ള ചെറിയ രോഗാവസ്ഥ കാര്യങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. ഇതൊക്കെ ആണെങ്കിലും സാമ്പത്തികമായിരിക്കുന്ന രീതിയിലും കർമ്മസംബന്ധമായിട്ടും ഏറ്റവും നല്ല മുന്നേറ്റം നടത്താനായിട്ട് യോഗമുള്ള ഒരു സമയമാണ്. എല്ലാ രീതിയിലുള്ള ഐശ്വര്യ അഭിവൃദ്ധി ഉണ്ടാകും. പ്രതീക്ഷിക്കാത്ത രീതിയിൽ തന്നെയുള്ള സാധ്യതകൾ വന്നു ചേരും. അപ്പോൾ നമ്മളിലേക്ക് വരുന്ന പുതിയ പുതിയ സാധ്യതകൾ വേണ്ട രീതിയിൽ അത് ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ സാധിച്ചാൽ ഈ മാസത്തിൽ സാമ്പത്തികമായിരിക്കുന്ന നേട്ടം നല്ല രീതിയിൽ അനുഭവിക്കാൻ സാധിക്കും. കുടുംബ ഭാഗ്യം അനുഭവിക്കാൻ യോഗമുള്ള സമയമാണ്. ദാമ്പത്യ സുഖം അനുഭവിക്കാനായിട്ട് യോഗമുള്ള സമയമാണ്. വിദ്യാർത്ഥികൾക്ക് നല്ല വിദ്യാഭ്യാസത്തിന് യോഗമുണ്ട്. തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് നല്ല തൊഴിൽ കിട്ടാൻ യോഗമുണ്ട്. എന്തായാലും നന്നായിട്ട് പ്രാർത്ഥിക്കുക. അതേപോലെ തന്നെ ക്ഷേത്ര ദർശനം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.